students, welcome back to Bosco Campus Vision. This is the 10th lecture on Business Regulatory Framework. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last session, we discussed about the classification of goods. In that, we discussed about existing goods. Existing goods are again classified into three types. In that first type already we discussed. Now we move to the second type of existing goods, that is ascertained goods. Ascertained goods means goods identified in accordance with the agreement after the contract of sale is made. Contract of sale create ചെയ്തതിന് ശേഷം ആണ് ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. Ascertained goods are sometimes used as specific goods, but it is not always the same. Specific goods are identified at the time of sale, while ascertained goods are identified as per the agreement after the contract of sale is made. സോ സ്പെസിഫിക് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ മെയ്ഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഗുഡ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് എഗ്രി ചെയ്ത് അത് കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്നതാണ്. അതേസമയം അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ മെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഒരു എഗ്രിമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. Then the third category is unascertained goods or generic goods. These are the goods which are not identified and agreed upon the time of contract of sale. Unascertained goods എന്ന് പറയുന്നത് ഗുഡ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ തന്നെ കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്നതാണ്. They are defined by description or even by samples. The seller, in the case of a contract for the sale of unascertained goods, has the option, rather the right to supply goods of the kind or quality contracted for. Unascertained goods എന്ന് പറയുന്നത് തന്നെ unascertained goods എന്ന് പറയുന്നത് which are the goods which are not identified and agreed upon at the time of the contract of sale. Then second main കാറ്റഗറി ഈസ് ഫ്യൂച്ചർ ഗുഡ്സ്. ഗുഡ്സ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അതിൽ ആദ്യത്തേതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്ന ആ സമയം തന്നെ സെല്ലറിൻ്റെ കയ്യിൽ ആ ഗുഡ്സ് ഉണ്ട്. ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈവശം ഉള്ളത്. ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ്, സെല്ലറിൻ്റെ പക്കലുള്ളത്, അതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അത് തന്നെ 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു: സ്പെസിഫിക്, അസർട്ടൈൻഡ്, അൺഅസർട്ടൈൻഡ്. ഇനി സെക്കൻഡ് മെയിൻ കാറ്റഗറിയാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് എ സെല്ലർ ഡസ് നോട്ട് പൊസസ് അറ്റ് ദ ടൈം ഓഫ് ദ കോൺട്രാക്ട് ബട്ട് വിച്ച് വിൽ ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ഹിം ആഫ്റ്റർ മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സെല്ലറുടെ പക്കൽ എത്തുന്നത്. അങ്ങനെയുള്ള ഗുഡ്സാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്. സെക്കൻഡ് ടൈപ്പാണ് ഫ്യൂച്ചർ ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ സെല്ലറിൻ്റെ കയ്യിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലറിൻ്റെ കയ്യിലുള്ളത്. അതേസമയം ഫ്യൂച്ചർ ഗുഡ്സ് ആണെങ്കിൽ എന്താണ്? The seller does not possess at the time of the contract. The goods which a seller does not possess. ഗുഡ്സ് ആ സെല്ലറിൻ്റെ പക്കൽ ആ സമയത്ത് ഉണ്ടായിരിക്കില്ല. കോൺട്രാക്ട് ഓഫ് സെയിൽ മേക്ക് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരിക്കില്ല. അതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. Then the third one is the contingent goods are a type of future goods. കണ്ടീജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ഗുഡ്സ് തന്നെയാണ്. ദ അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടീജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. എന്തെങ്കിലും തരത്തിലുള്ളൊരു കണ്ടീജൻസി, അത് നടക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, നടക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരുന്നത്. അതായത് എ എഗ്രീഡ് ടു സെൽ ടു ബി സർട്ടൻ ഗുഡ്സ് വിച്ച് ആർ ടു ബി അറൈവ്ഡ് ബൈ എ ഷിപ്പ്. ആ ഷിപ്പ് വരികയാണെങ്കിൽ മാത്രമേ ബിക്ക്
സർട്ടൻ ഗുഡ്സ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇൻ ദിസ് കേസ് the contract is for the sale of contingent goods as the availability of the goods depends upon the arrival of the ship. അപ്പോൾ ഒരു കണ്ടിജൻസി അത് നടക്കുകയാണെങ്കിലോ നടന്നാലോ നടക്കാതിരുന്നാൽ മാത്രമേ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നടക്കുകയുള്ളൂ. അതുവഴി സെല്ലറിൻ്റെ കയ്യിൽ ആ ഗുഡ്സ് എത്തത്തുള്ളൂ. അതാണ് കണ്ടിജൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. കണ്ടിജൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് തന്നെയാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. എന്താണ് ഗുഡ്സ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ 2 ക്ലാസ്സുകളിലുമായിട്ട് ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടും ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് ഗുഡ്സിനെ പ്രധാനമായും 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടീജൻറ്റ് ഗുഡ്സ്. ഇതിൽ തന്നെ എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ വീണ്ടും 3 തരത്തിലാണുള്ളത്. അതായത് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്.